കുട്ടികളാണ്. നക്ഷത്രങ്ങൾ തൂക്കുന്നതും ക്രിസ്മസ് ട്രീ അണിയിച്ചൊരുക്കുന്നതും ക്രിസ്മസിന്റെ കഥകൾ കേൾക്കുന്നതും അവർക്ക് എന്തുത്സാഹമാണ്. ശ്രീകാര്യം മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ലഘുനാടകം പുൽക്കൂട്ടിലെ താരാട്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയായോ? ഇപ്പൊ റെഡിയാണ്. അപ്പച്ച, ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ കഥയൊന്ന് പറഞ്ഞു തരാമോ? വരൂ മക്കളെ, അപ്പച്ചൻ പറഞ്ഞു തരാം. ആദ്യ മാതാപിതാക്കളായ ആദാമിനെയും ഹവ്വയെയും പിതാവാം ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ കഥ നിങ്ങൾക്കറിയില്ലേ? അറിയാം, അത് അവർ തെറ്റിയതുകൊണ്ടല്ലേ? അതെ, അത് തന്നെ. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായിട്ടാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഉണ്ണിയേശുവിന്റെ ജന്മപ്പെരുന്നാളാണ് നാം ക്രിസ്മസായി കൊണ്ടാടുന്നത്. ഉണ്ണിയേശുവിന്റെ അമ്മയുടെ പേര് നിങ്ങൾക്കറിയാമോ? ഉണ്ണിയേശുവിന്റെ അപ്പയുടെ പേരോ? ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അമ്മച്ചി. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെരോദാസ് എന്ന രാജാവിന്റെ കാലത്താണ് ബേത്ലഹേമിൽ യേശുക്രിസ്തു ജനിക്കുന്നത്. ജോസഫും മറിയയും തമ്മിൽ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്. മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ദൈവപുത്രനായ അവന് യേശു എന്ന പേര് വയ്ക്കും. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം അവർ നസ്രേത്തിലെ ബേത്ലഹേമിലേക്ക് ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. ആ യാത്രാമധ്യേ മാതാവിന് പ്രസവ സമയമായി. അവസ്ഥലം അന്വേഷിച്ചു, മറ്റു ഭവനങ്ങളിലും അന്വേഷിച്ചു, പക്ഷേ സ്ഥലം കിട്ടിയില്ല. അവസാനം അവർ ഒരു കാലിത്തൊഴുത്തിലെത്തി. രാജരാജൻ
വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സൽവാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷയും ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണിയേശുവിനെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്ത് നിന്നും വന്ന 3 വിദ്വാൻമാർ അവരും ഉണ്ണിയേശുവിനെ തേടി ജെറുസലേമിലെത്തി. ഒരു രാജാവിന്റെ ജനനം പ്രതീക്ഷിച്ച് വിദ്വാൻമാർ ആദ്യം പോയത് ഹെറോദോസ് രാജാവിന്റെ കൊട്ടാരത്തിലായിരുന്നു. എന്നാൽ അവർക്ക് അവിടെ ഒരു രാജാവിനെ കണ്ടെത്താനായില്ല. ഒരു പുതിയ രാജാവിന്റെ ജനനത്തെക്കുറിച്ച് കേട്ട ഹെറോദാസ് രാജാവ് ആ കുഞ്ഞിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. ആ പൈതലിനെ കണ്ട് തന്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെന്ന് വിദ്വാൻമാരോട് പറഞ്ഞയച്ചു. വിദ്വാൻമാർക്ക് മാലാഖ പ്രത്യക്ഷനായി നക്ഷത്രം കണ്ട ദിക്കിലേക്ക് പറഞ്ഞയച്ചു. വിദ്വാൻമാർ ഉണ്ണിയേശുവിനെ കണ്ട് മടങ്ങി തിരികെ പോകും വഴിയിൽ ഹെറോദാസ് രാജാവിന്റെ അടുക്കൽ പോകരുതെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. അവർ വേറെ വഴിയായി നസറത്തിലേക്ക് മടങ്ങി. അതിനുശേഷം കർത്താവിന്റെ ദൂതൻ യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും മറിയത്തെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി ഞാൻ പറയുന്നവരെയും അവിടെ പാർക്ക എന്ന് കൽപ്പിച്ചു. ഹെറോദോസിന്റെ മരണം വരെയും അവർ മിസ്രയീമിൽ പാർത്തു. ഈ പൈതൽ വളർന്നാണ് രക്ഷകനായ യേശുക്രിസ്തുവായത്. കുഞ്ഞുങ്ങളെ എല്ലാം മനസ്സിലായോ? അപ്പച്ചന്റെ ഒക്കെ ചെറുപ്പത്തിലെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ കാലത്ത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുവാൻ എന്ത് ഉത്സാഹമായിരുന്നു. അന്ന് ഇത്തരത്തിലുള്ള ക്രിസ്മസ് ട്രീ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മുളങ്കമ്പ് വെട്ടി വീടിന്റെ മുമ്പിൽ കുഴികുത്തി നാട്ടുവെട്ടി അതിൽ ചായക്കടലാസും ബലൂണുകളും വിവിധ തരത്തിലുള്ള പേപ്പർ കൊണ്ടുണ്ടാക്കിയ സ്റ്റാറുകളും കൊണ്ട് അലങ്കരിക്കും. ക്രിസ്മസ് ട്രീ യഥാർത്ഥത്തിൽ ആദ്യം ഏതെങ്കിലും തോട്ടത്തിന് നടുവിൽ നിന്നിരുന്ന നന്മ തിന്മകളുടെ വൃക്ഷത്തെ സൂചിപ്പിക്കുന്നു. 15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം. ആദ്യകാലത്ത് യഥാർത്ഥ പഴവർഗ്ഗങ്ങളും മെഴുകുതിരി വിളക്കും പരമ്പരാഗത ആഭരണങ്ങളും ഉപയോഗിച്ചായിരുന്നു ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിരുന്നത്. ഏറ്റവും രസകരമായ ഒരു അനുഭവമായിരുന്നു ക്രിസ്മസ് കരോൾ. ഡിസംബർ പകുതിയോട് തന്നെ കരോൾ ആരംഭിക്കും. വീട് വീടാന്തരം കയറി ഇറങ്ങി
കരോൾ ഗാനങ്ങൾ പാടി നൃത്തം ചെയ്യും. ഒപ്പം സാന്താക്ലോസും ഉണ്ടായിരിക്കും. ചില ദിവസങ്ങളിൽ വെളുക്കുന്നത് വരെ പാട്ട് പാടി അങ്ങ് നടക്കും. ആരാണ് ഈ സാന്താക്ലോസ്? 4-ാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പായിരുന്നു സെന്റ് നിക്കോളാസ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. വലിയ പണക്കാരനായിരുന്ന അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. രാത്രി സമയം യാത്ര ചെയ്ത് അപ്രതീക്ഷിതമായ കുട്ടികൾക്ക് സമ്മാന പൊതികൾ നൽകുക പതിവായിരുന്നു. എല്ലാവരോടും ദയുണ്ടായിരുന്ന സെന്റ് നിക്കോളാസിനെ ക്രിസ്മസ് ദിനത്തിൽ ഓർക്കുന്നതിനായി സാന്താക്ലോസ് എന്ന പേരിൽ സമ്മാന പൊതികൾ നൽകിപ്പോരുന്നു. നമ്മുടെ സഭയിലെ പാമ്പാകുട വലിയ പള്ളിയിൽ വിശുദ്ധ നിക്കോളാവാസിന്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾക്കറിയാമോ? കുരിശിലേവിൽ നിന്ന് പരിശുദ്ധ ബലിപീഠത്തിന് വഴിയാണ് തിരുശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്നത്. Dashing through the snow in a one-horse open sleigh, for the field we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to laugh and sing the sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride a one-horse open sleigh. Jingle bells. ഈ വർഷം നമുക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം അപ്പുറത്തെ വീട്ടിലെ പാവപ്പെട്ട അർജുന് കൊണ്ടുപോയി കൊടുക്കാം. എല്ലാവരും വരും.